തൊട്ടിട്ട് ഒരാഴ്ചയായി ഇത് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് പ്രത്യേക രീതിയിൽ രാസവസ്തു കലർന്നാണെന്ന് നമുക്ക് ബോധ്യം വരികയും ജനങ്ങളത് തള്ളിക്കളയുകയും ചെയ്തു. ഇത് എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഇപ്പൊ ഈ അരിയുടെ പ്രശ്നം എന്താണ്? ജനങ്ങൾ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഈസ്റ്റർ വിഷു വിപണന മേളയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ സർക്കാർ ആനുകൂല്യം കൊടുത്തുള്ള അരിയാണിത്. ഇത് കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇതുപോലെ തന്നെ ഒരു അനുഭവം ഉണ്ടായിട്ട് നമ്മൾ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ അവർ അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അത് അന്നേരം തന്നെ നമ്മൾ ഫോൺ താഴെ വെക്കുന്ന സമയം കൊണ്ട് തന്നെ ഈ അരി ഇവിടുന്ന് റീപ്ലേസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇന്നിപ്പോൾ രാവിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ റീപ്ലേസ് ചെയ്തോളാം, എത്രയും പെട്ടെന്ന് റീപ്ലേസ് ചെയ്തോളാം എന്നുള്ള നിലയ്ക്കാണ് സംസാരിച്ചത്. ഞാൻ അന്നേരം അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതിൻ്റെ പേരിൽ സർക്കാരിനെ വഞ്ചിക്കുന്ന ഒരു പരിപാടിയായതുകൊണ്ട് ഇത് ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചതിന് ശേഷമേ ഇത് റീപ്ലേസ് ചെയ്യുള്ളൂ എന്നുള്ളൊരു അറിയിപ്പ് അവർക്ക് നൽകിയെന്ന് പറയുവാനാണ് അത് വരാതെ ഇരിക്കുന്നത്. ഇത് നമ്മുടെ നീതി സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ട് സപ്ലൈക്കോ ആണ് ചെയ്യുന്നത്. എന്താ ഇതിന്റെ അരിയുടെ പ്രത്യേകത? എന്താ അരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിത് പലരിൽ നിന്നും നമുക്ക് പരാതി ലഭിച്ചതിന്റെ ഫലമായിട്ടാണ് നമ്മളിപ്പോൾ അടിയന്തരമായിട്ട് ഇടപെട്ടത്. അതായത് ചാക്കരി മറ്റ് കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ട് പുഴുക്കലരിയാക്കി വിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് ഇടനിലക്കാരായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഏജൻസി ഇതിനകത്ത് അഴിമതി നടത്തിയിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ വേണം. അരിക്ക് എന്താ പ്രത്യേകത തോന്നി? എങ്ങനെ അരിക്ക് തോന്നുന്ന ജനങ്ങളിൽ നിന്നുള്ള പരാതി വന്നതിന്റെ പേരിലാണ് നമ്മൾ പരിശോധിച്ചപ്പോൾ നമുക്ക് വെള്ളത്തിൽ കലർത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ മറ്റ് റേഷൻ കടയിൽ കിട്ടുന്ന ചാക്കരി പോലുള്ള ഒരു അനുഭവമാണ് നമുക്ക് കിട്ടിയത്. എന്താ നിറം എന്താണ്? നിറം ഇപ്പം നമ്മൾ ഇപ്പോൾ പുഴുക്കലിയായിട്ട് തോന്നുമെങ്കിലും കഴിയുമ്പോൾ വെളുത്ത് ചാക്കരിയുടെ ഒരു സ്വഭാവം കാണിക്കും. പക്ഷെ ഇപ്പോൾ 10 ചാക്ക് കഴിഞ്ഞിട്ട് പോയിട്ട് 15 ചാക്കും പാലിച്ചിരിക്കുക. ഇങ്ങനെ സാഹചര്യം ഒരേ അരി. ഇപ്പം നമ്മുടെ എത്ര സ്റ്റോക്ക് ഉണ്ട്? വില സുരേന്ദ്ര വിലയല്ലേ? എത്ര സ്റ്റോക്ക് ഉണ്ട്? 25 പായ്ക്കാണ് ഇറക്കി. 75 കിലോ ഉള്ള 25 പായ്ക്കാണ് ഇറക്കിയത്. പോയിട്ട് 15 പായ്ക്കറ്റ് 15.5 പായ്ക്കറ്റ് ഇരിക്കുക. സാധാരണ ഇത് നമ്മൾ 2-3 ദിവസം കൊണ്ട് ഇത് മുഴുവൻ വിറ്റ് തീരുന്നത്. മാത്രം അരി കിട്ടിയാലും വിറ്റ് തീരുന്നതാണ്. നമ്മളിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാനായിട്ടാണ് സപ്ലൈക്കോ നീതി കുറവാണ്. നീതി സ്റ്റോറിൽ നിന്നാണ് സർക്കാരിന്റെ നീതി സ്റ്റോറിൽ നിന്ന് സർക്കാരിന്റെ നീതി സ്റ്റോറിൽ സപ്ലൈക്കോ ഫെഡറേഷനാണ് വിതരണം ചെയ്തതാണ്. അപ്പൊ ഇതുപോലുള്ള മേഖലകളിൽ വ്യാപകമായി വിതരണം ചെയ്തിരിക്കാൻ സാധ്യതയായിരിക്കും. കാരണം 2 വർഷം മുമ്പ് ഇതുപോലെ അനുഭവം ഉണ്ടായിട്ട് നമ്മൾ വിളിച്ചു പറഞ്ഞപ്പോഴേ അവർ ഫോൺ താഴെ വെക്കുന്നതിന് മുമ്പ് തന്നെ വന്ന് റീപ്ലേസ് ചെയ്യുന്ന സാഹചര്യം. നിങ്ങളുടെ ബോർഡ് മീറ്റിംഗ് വിതരണം ചെയ്യണമെന്ന് തീരുമാനത്തിലേക്ക് എത്തുമായിരുന്നു? അല്ല, അങ്ങനെയില്ല. നമുക്ക് കാലാകാലങ്ങൾ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഈ സാധനം നമ്മളിപ്പോൾ വിൽപ്പന നിർത്തി വെച്ചതിന്റെ നമ്മളിത് അറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് നിർത്തി മറ്റെന്തോ ഇടപെടൽ നടന്നു. ഒരു 1-2 വർഷം മുമ്പ് ഇതുപോലെ തന്നെ എന്ത് കെമിക്കലാണെന്നല്ലോ നമുക്ക് അറിയില്ല. പിടിച്ചു നോക്കുമ്പോൾ തന്നെ വെളിച്ചെണ്ണയുടെ എണ്ണയുടെ ഒരു മയം കാണുന്നു. അതിനോട് ചുവന്ന നിറമുണ്ടോ? ചുവന്ന നിറമുണ്ട്. യഥാർത്ഥത്തിലുള്ള കെമിക്കലാണ്. കുത്തിരി നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാം. ഉണ്ടോ? ഇതൊക്കെ കുത്തിരിയാണ്. കുത്തിരി നമ്മൾ